ആഗ്രഹ സാഫല്യത്തിനായിട്ട് പലരും വിശ്വസിക്കുന്ന ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു രീതിയാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, അതായത് ജലപ്രാർത്ഥന. പ്രപഞ്ചത്തിലെ ഊർജത്തെ ജലം ആഗിരണം ചെയ്യുന്നു എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി ഈ പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ശുദ്ധമായിട്ടുള്ള ഒരു ഗ്ലാസ് കുടിവെള്ളമാണ് എടുക്കേണ്ടത്, അതായത് ചില്ല് ഗ്ലാസ് ആണ് വേണ്ടത്. എന്നിട്ട് ശാന്തമായി ഇരിക്കുക. നിശബ്ദമായിട്ടുള്ള ഒരിടത്ത് വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കിയിട്ട് ഇരിക്കുക. ഗ്ലാസ് 2 കൈകൾ കൊണ്ടും ചേർത്ത് പിടിക്കണം. എന്നിട്ട് നമ്മുടെ ആഗ്രഹം സങ്കല്പിക്കുക. ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ചെയ്യുമ്പോൾ ആ കാര്യം നടന്നതായിട്ട് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. എന്നിട്ട് അത് പോസിറ്റീവായ രീതിയിൽ തന്നെ ചിന്തിക്കണം. അതായത് ഇപ്പോൾ ഒരു ജോലിയാണെന്ന് വിചാരിക്കുക. എനിക്ക് ആ ജോലി കിട്ടി അല്ലെങ്കിൽ ലഭിച്ചു, എൻ്റെ രോഗം ഭേദമായി, അങ്ങനെ വേണം പറയാൻ. അതായത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ. അതായത് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം ഒരു പ്രാർത്ഥനയായിട്ടോ മന്ത്രമായോ ജലത്തിലേക്ക് നോക്കി ആവർത്തിച്ച് പറയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കൈകളിൽ നിന്നുള്ള ഊർജം ജലത്തിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അതിനുശേഷം ആ വെള്ളം കുടിക്കണം. ആഗ്രഹം പൂർണ്ണമായി മനസ്സിൽ ഉറപ്പിച്ച ശേഷം പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ വെള്ളം പതുക്കെ കുടിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസമാണ്. പൂർണ്ണമായ വിശ്വാസത്തോടെ വേണം കാര്യം ചെയ്യാനായിട്ട്. സംശയത്തോടെ ചെയ്താൽ ഫലം ഉണ്ടാവണമെന്നില്ല, അത് തടസ്സപ്പെടാം. ചെയ്യേണ്ട സമയം അതിരാവിലെ എഴുന്നേറ്റ് ഉടനെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുക. എല്ലാം ശുഭകരമായ രീതിയിൽ വേണം പറയാനായിട്ട്. നമ്മുടെ ചിന്തകൾക്കായാലും വാക്കുകൾക്കും ജലത്തിൻ്റെ തന്മാത്രകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായിട്ടും ആത്മീയമായും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.